നമസ്കാരം, ഞാൻ റോസ്മേരി ആൻ്റണി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഒരു കേസ് പറയാം. റീസെൻ്റ്ലി ഒരു ദമ്പതികളെ കാണാനിടയായി. അപ്പോൾ അതിനകത്ത് ഇങ്ങനെയായിരുന്നു, വൈഫ് പറയുന്ന ഒരു സെൻറ്റൻസാണ് എന്നെ ഭയങ്കരമായിട്ടും സ്ട്രൈക്ക് ചെയ്തത്. അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 1.5 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് വൈഫിൻ്റെ ഫോണിൽ നിന്നിട്ട് വൈഫിനോട് പറയുമായിരുന്നു, വൈഫിൻ്റെ എക്സിനോട് ചാറ്റ് ചെയ്യാനായിട്ട്. നിനക്ക് ഇപ്പോഴും ഇഷ്ടമുണ്ട് എന്നുള്ള രീതിയിൽ ചാറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് വൈഫ് നമ്മളോട് തുറന്നു പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ കേസസൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് പറയുന്നു, ഹസ്ബൻഡിന് ഭയങ്കര സംശയമാണ്. ഹസ്ബൻഡ് എപ്പോഴും പഴയ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ആ പഴയ റിലേഷൻഷിപ്പിൽ ഉണ്ടായ വ്യക്തിയെ പോയി സംസാരിക്കുക, അവരെ അടിക്കുക, ബഹളങ്ങൾ ഉണ്ടാക്കുക. ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇദ്ദേഹത്തെ കല്യാണം കഴിച്ചതിന് ശേഷം അവരായിട്ട് യാതൊരു തരത്തിലുള്ളൊരു ബന്ധം ഉണ്ടായിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ പാസ്റ്റിനെ ചെകഞ്ഞ് അതിനെക്കുറിച്ച് ചോദിക്കുക, ഇഷ്ടമുള്ള രീതിയിൽ എന്നോട് മെസ്സേജ് അയക്കാൻ പറയുക എന്നൊക്കെ. എന്തൊരു വളരെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അല്ലേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിട്രോ ആക്റ്റീവ് ജെലസി ഡിസോർഡർ. എന്താണ് ഈ റിട്രോ ആക്റ്റീവ് ജെലസി ഡിസോർഡർ? ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് അതിന് റെബേക്ക സിൻഡ്രോം എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. റിട്രോ ആക്റ്റീവ് ജെലസി ഡിസോർഡർ, ഓഫൻ റെഫർഡ് ടു ആസ് എ റെബേക്ക സിൻഡ്രോം, is characterized by an obsessive and irrational preoccupation with a partner's past romantic or sexual relationships. അതായത് ഇവിടെ സംഭവിക്കുന്ന ഇതാണ്, നമ്മുടെ ഒരു പാർട്ട്ണറിന് വേറൊരു ബോയ് ഫ്രണ്ടോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടോ ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ അവരെക്കുറിച്ചിട്ട് ഒരുപാട് നമുക്കൊരു ജലസി ഉണ്ടാവുകയും, സാധാരണ ഒരു ചെറിയൊരു കുശുമ്പോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പാർട്ട്ണറിന് വേറൊരു പാർട്ട്ണർ ഉണ്ടായി എന്ന് തോന്നിക്കഴിയുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. പക്ഷെ അതല്ലാതെ കൂടുതൽ നേരം അതിനെക്കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ അവരുപദ്രവിക്കുക, ആ പാർട്ട്ണറോട് സംസാരിക്കുന്ന രീതി എങ്ങനെയാണ്, സെക്ഷലി അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി അവർ ഇമോഷണലി എങ്ങനെയായിരുന്നു കണക്ട് ചെയ്തിരുന്നത്, ഫിസിക്കലി എങ്ങനെയായിരുന്നു കണക്ട് ചെയ്തത്, ഇത്തരത്തിലുള്ള ഒരു ലെവൽ വിട്ട് പോകുന്നൊരവസ്ഥയാണ് നമ്മൾ ഈ റിട്രോ ആക്റ്റീവ് ജെലസി ഡിസോർഡർ എന്ന് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഇൻട്രൂസീവ് തോട്ട്സ്. ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക്, ഈ ഒരു ജെലസി ഡിസോർഡർ ഉള്ള വ്യക്തികൾക്ക് വളരെയധികമായിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സുകൾ ഉണ്ടായിരിക്കും. അതും വളരെ ഡിസ്ട്രെസ്സിങ് ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും. നമ്മുടെ പാർട്ട്ണർ മുമ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നല്ലേ, ഞാനെപ്പോഴും ഒരു സെക്കൻഡ് പേഴ്സൺ ആയിരുന്നല്ലേ, അവരുടെ ഇമോഷണൽ ലെവൽ എങ്ങനെയായിരിക്കും, അവരുടെ സെക്ഷൽ എക്സ്പീരിയൻസസ് എങ്ങനെയായിരിക്കും, അവരെങ്ങനെയാണ് ആ വ്യക്തിയോട് കണക്ട് ആയത്, അത്തരത്തിലുള്ള വളരെ ഇൻട്രൂസീവ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ബുദ്ധിമുട്ടിക്കുന്ന തോട്ട്സ് അവർക്കുണ്ടാകും. നെക്സ്റ്റ്, കമ്പാരിസൺ. കോൺസ്റ്റൻ്റ്ലി കമ്പയറിങ് വൺ സെൽഫ് ടു ദ പാർട്ട്നേഴ്സ് പ്രീവിയസ് പാർട്ട്ണർ. അതായത് എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ നിൻ്റെ മുമ്പത്തെ ഒരു പാർട്ട്ണറുമായിട്ട് എന്ന് പറയുക, അല്ലെങ്കിൽ എല്ലാ ചെറിയ കാര്യങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എൻ്റെ പാർട്ട്ണർ മറ്റാൾക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടാവുക, സ്നേഹിച്ചിട്ടുണ്ടാവുക, എല്ലാ കാര്യങ്ങളിലും കമ്പയർ ചെയ്യുന്നൊരവസ്ഥ. ഇത് നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ നമ്മുടെ ഒരു ഇൻഎഡിക്വസിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകാതെ വരുന്നൊരവസ്ഥയാണിത്. എപ്പോഴും നമ്മുടെ പ്രീവിയസ് പാർട്ട്ണറുമായിട്ട് കമ്പയർ ചെയ്യുക നമ്മുടെ പ്രസൻറ്റ് പാർട്ട്ണറെ. ഇമോഷണൽ ഡിസ്ട്രെസ്, ഭയങ്കരമായിട്ടും ഇൻറ്റൻസ് ആയിട്ടുള്ള റോളർ കോസ്റ്റർ പോലെ നമുക്ക് ചില സമയത്ത് ദേഷ്യം, സാഡ്നെസ്, ഇൻസെക്യൂരിറ്റി, റിസെൻമെൻറ്റ് നമ്മുടെ പാർട്ട്ണറോടും പിന്നെ പാർട്ട്ണറിൻ്റെ മുമ്പത്തിലുള്ള വ്യക്തിയോടും ഒക്കെ തോന്നുക. ഞാൻ നേരത്തെ കേസ് പറഞ്ഞതുപോലെ അവരെ പോയിട്ട് ദേഷ്യപ്പെടുക, തല്ലുക, അല്ലെങ്കിൽ അവർക്ക് മെസ്സേജസ് അയക്കുക, ഇത്തരത്തിലുള്ള ഇമോഷണൽ ഡിസ്ട്രെസ്സിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒബ്സസീവ് ബിഹേവിയർ, റിപ്പീറ്റഡ്ലി നമ്മുടെ പാർട്ട്ണറോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ കേസിൽ ആ സ്ത്രീയോട് പുരുഷൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു നിങ്ങൾ സെക്സ് ചെയ്തുകൊണ്ടിരുന്നത്, എങ്ങനെയാണ് നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു, പറയുമായിരുന്നു. ഇത്തരത്തിലുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും പാർട്ട്നേഴ്സിൻ്റെ പാസ്റ്റ് ചെകഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നൊരവസ്ഥ. ഇതാണ് ഒരു ഒബ്സസീവ് ബിഹേവിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റിലേഷൻഷിപ്പ് സ്ട്രെയിൻ, അതായത് ഇത്തരം ഒരു പ്രീഓക്യുപ്പേഷൻ, നമ്മുടെ ഈ ഒരു പാസ്റ്റുമായിട്ട് എപ്പോഴും നമ്മളിങ്ങനെ ഓക്യുപ്പൈഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഇത് നമ്മുടെ പ്രസൻറ്റ് റിലേഷൻഷിപ്പിൽ ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയും മിസ്ട്രസ്റ്റ് ഉണ്ടാവുകയും ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ടാവുകയും ആ റിലേഷൻഷിപ്പിൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യണോ നമുക്ക് പറ്റാതെ നമ്മുടെ ഈ റിലേഷൻഷിപ്പ് ഇല്ലാതാവാൻ തന്നെ സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ഈ റിട്രോ ആക്റ്റീവ് ജെലസി ഡിസോർഡർ
ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങൾ എന്തുകൊണ്ടിട്ടാണ്? അല്ലെങ്കിൽ നമ്മളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഇത്രയും സത്യസന്ധമായി നിന്നിട്ടും നമ്മുടെ പാർട്ട്ണർ എന്തുകൊണ്ടിട്ടാണ് നമ്മൾ ഡൗട്ട് ചെയ്യുന്നത് എന്നുള്ളത്. എന്താണ് അതിൻ്റെ പോസിബിൾ കോസസ് ആണ്, കാരണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, ലോ സെൽഫ് എസ്റ്റീം. ചിലപ്പോൾ ഇപ്പോൾ ഈ കമ്പയർ ചെയ്യുന്ന ഇത്തരം ജലസി കാണിക്കുന്ന ഈ വ്യക്തിക്ക് അൺവർത്തി ആയിട്ട് തോന്നുന്നുണ്ടാവും ഉള്ളിൻ്റെ ഉള്ളിൽ. അതുകൊണ്ടായിരിക്കും നമ്മുടെ പാർട്ട്ണറിൻ്റെ പാസ്റ്റുമായിട്ട് എപ്പോഴും കമ്പയർ ചെയ്യുന്നത്. ലോ സെൽഫ് എസ്റ്റീം ഉള്ളത് കൊണ്ടിട്ടാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, പെർഫെക്ഷനിസം. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ്. ഞാൻ മുമ്പ് ഒരു റിലേഷൻഷിപ്പിലും പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്തരത്തിലുള്ള ഒരു മോശപ്രവൃത്തി ചെയ്തിട്ടില്ല, അപ്പോൾ എൻ്റെ പാർട്ട്ണറും ഇങ്ങനെ തന്നെ ആയിരിക്കണം. മൈ പാർട്ട്ണർ ഷുഡ് നോട്ട് like and have kind of relationship, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് പാസ്റ്റ് ഷുഡ് നോട്ട് മാച്ച് ഐഡലൈസ്ഡ് സ്റ്റാൻഡേർഡ്. ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരാളെ അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. അങ്ങനെയുള്ള ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ മനസ്സിൽ വെക്കുന്നത് കൊണ്ടിട്ടാവാം അടുത്തൊരു റീസൺ. ട്രോമ ഓർ ബിട്രയൽ. മുമ്പ് റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്രോമയോ ട്രിഗർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ റിട്രോ ആക്റ്റീവ് ജലസി ഡിസോർഡർ ഉണ്ടാവാൻ കാരണമാണ്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ളൊരു ട്രോമയോ റിജക്ഷനോ ഒക്കെ പോയിട്ടുണ്ട് എങ്കിൽ അതും ഒരു കാരണമാണ്. ഇൻസെക്യൂരിറ്റി അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ. ഫിയർ ഓഫ് റിജക്ഷൻ അല്ലെങ്കിൽ അബാൻഡൻമെൻറ്റ്. ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ എപ്പോഴും ഒരു സെക്യൂർഡ് എൻവിറോൺമെൻറ്റിൽ വളർന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ളൊരു ഒബ്സഷൻ കടന്നു വരാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രധാന കാരണങ്ങൾ, റിട്രോ ആക്റ്റീവ് ജലസി ഡിസോർഡർ ഉണ്ടാവാനായിട്ടുള്ള പ്രധാന കാരണങ്ങൾ. എങ്ങനെയാണ് ഈ ഒരു ഡിസോർഡർ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഹൗ ടു അഡ്രസ് റിട്രോ ആക്റ്റീവ് ജലസി ഡിസോർഡർ. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ ഇത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതൊരു സംശയരോഗമാണ്, അല്ലെങ്കിൽ ഇതെന്നും ഇവിടെ വഴക്കാണ്, ഇത് ജസ്റ്റ് എൻ ആർഗ്യുമെൻറ്റ്, ഇതൊരു ട്രസ്റ്റ് ഇഷ്യൂസ് ആണ് എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യാതെ ഇതൊരു പ്രൊഫഷണൽ ഹെൽപ്പോട് കൂടി പോവേണ്ട ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റേതായ ഡിസൈൻ ചെയ്തിട്ടുള്ള സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള തെറപ്പികൾ അവൈലബിൾ ആണ്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി, എക്സ്പോഷർ തെറപ്പി, അങ്ങനെയുള്ള കാര്യങ്ങൾ അവൈലബിൾ ആണ്. പിന്നെ ഒരു തെറപ്പികളൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ സെൽഫ് റിഫ്ലക്ഷന് വേണ്ടിയിട്ട് ജേർണലിങ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക, റൂട്ട് നമ്മുടെ ഇൻസെക്യൂരിറ്റീസും ഈ ഫിയേഴ്സും ഒക്കെ ഉണ്ടാവുന്നതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താനായിട്ടോ ജേർണൽ ചെയ്യാനായിട്ടോ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ ഒരു മൈൻഡ്ഫുള്ളായിട്ടുള്ള റിലാക്സേഷൻ ടെക്നിക്സോ ആൻസൈറ്റി കുറയ്ക്കാനായിട്ടുള്ള നമ്മളെ തന്നെ ഒന്ന് ഗ്രൗണ്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. കൂടാതെ നമ്മുടെ ഒരു പാർട്ട്ണറോട് നമുക്കൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറോട് നമ്മുടെ എന്താണ്, റാദർ ദാൻ ബ്ലെയിമിങ് ദം, അവരുടെ പാസ്റ്റ് എടുത്ത് പറയുന്നതിന് പകരം അവരോട് നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് തുറന്നു പറയാനായിട്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. സെക്കൻഡ്, സെൽഫ് എസ്റ്റീം ബിൽഡിങ്. നമ്മൾ നമ്മുടെ സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ലോ സെൽഫ് എസ്റ്റീം മാറ്റിയിട്ട് ഒരു സെൽഫ് എസ്റ്റീം ബിൽഡ് ചെയ്യാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാം. ചില ആക്ടിവിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ കോൺഫിഡൻസ്, അല്ലെങ്കിൽ സെൽഫ് വർത്ത് കൊണ്ടുവരുന്നതായിരിക്കാം. അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുക. ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്കൊരു റിട്രോ ആക്റ്റീവ് ജലസി ഡിസോർഡർ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ തോന്നുകയാണ് നമ്മൾക്ക് സ്നേഹം കൂടുതൽ കൊണ്ടിട്ടാണ് നമ്മുടെ പാർട്ട്ണർ നമ്മളെ അവിശ്വസിക്കുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അതൊരു തെറ്റായ ധാരണയാണ്. പലപ്പോഴും നമ്മളെ അവിശ്വസിക്കുന്നത് അവർക്കൊരു ലോ സെൽഫ് എസ്റ്റീം ഉള്ളത് കൊണ്ടിട്ടും അവരുടേതായ ഒരു ട്രോമ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടിട്ടുമാണ്. Take care of yourself and take care of your relationships.